വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ബ്രെഡ് ആൻഡ് വെജിറ്റബിൾ പക്കോഡയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ളൊരു ഡിഷാണ്. കണ്ടില്ലേ, നല്ല ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പക്കോഡയാണ്. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ബ്രെഡ് പക്കോഡ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏത് ബ്രെഡിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്രൗൺ ബ്രെഡ് ആയാലും മിൽക്ക് ബ്രെഡ് ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കുക. ബ്രെഡ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കാബേജ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, സവാള 1 കപ്പ്. ഞാൻ ഇതുപോലുള്ളൊരു ബൗളിലാണ് എല്ലാം അളന്നെടുത്തിരിക്കുന്നത്. 1 കപ്പ് ക്യാരറ്റ് ചീകിയെടുത്തത്, 1/4 കപ്പ് മല്ലിയില. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുത്തതാണിത്. 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 7 ടേബിൾ സ്പൂണ് മൈദപ്പൊടി. നിങ്ങൾ ബ്രൗൺ ബ്രെഡാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അഥവാ ഇനിയിപ്പോൾ വൈറ്റ് ബ്രെഡ് ആയാലും നിങ്ങൾക്ക് മൈദപ്പൊടി വേണ്ട, ആട്ടപ്പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇത് നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1/2 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലി. ഇത് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 3/4 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൗഡർ. ഇത് വറുത്ത് പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ബ്രെഡും വെജിറ്റബിളും ഈ നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയും മൈദപ്പൊടിയും എല്ലാം കൂടിയിട്ട് നന്നായി മിക്സായി കിട്ടണം. നമ്മളിത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ജീരകത്തിൻ്റെയും ചാട്ട് മസാലയുടെയും ഒക്കെ എല്ലാം കൂടിയിട്ടുള്ളൊരു നല്ലൊരു സ്മെല്ലാണ്. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട. നമുക്ക് അപ്പോഴേക്കപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പക്കവട ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. നമുക്കിതിങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതാ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല, അടിഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യും. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഉപ്പും എരിവൊക്കെ പാകണോ നോക്കണം. നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 5-8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം മുങ്ങി കിടക്കാനുള്ള അത്രയും ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡും ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി. ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പാൻ നിറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന്
ഇളക്കി കൊടുക്കണമെങ്കിൽ നിറച്ചിട്ട് കഴിഞ്ഞാൽ തിങ്ങി നിന്നിട്ട് വേവിക്കുമ്പോൾ ഒരു ഉള്ളൊക്കെ വേവാത്ത പോലെ ഉണ്ടാവും. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് എണ്ണ വാരാൻ വയ്ക്കാം. കണ്ടില്ലേ, നല്ല കളറാണ് അതിന്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ബ്രെഡ് ആൻഡ് വെജിറ്റബിൾ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് കെച്ചപ്പിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.